രാവിലത്തെ അടിപൊളി ഒരു ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കട്ടെ. രാവിലെ എഴുന്നേറ്റ് ഞാനാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. അപ്പോഴത്തേന് ഒരു ലഞ്ച് ബോക്സ് തയ്യാറാക്കണം ഉദ്ദേശിച്ച് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ പച്ചക്കറിയൊന്നുമില്ല. പിന്നെ ഒരു പഴുത്ത ഓമയ്ക്ക കിട്ടി. അപ്പോൾ ഇച്ചിരി ചെനച്ചതാണേ. ആ ഓമയ്ക്ക എന്നിട്ട് കൊത്തി എരിഞ്ഞ് തോരൻ വെക്കാൻ പോവാണ്. തോരൻ ഇച്ചിരി മധുരം ഉണ്ടെന്ന് ചെനച്ചതാ. പാൻ വെച്ച് എണ്ണ ഒഴിച്ചു. രാവിലെ ഭയങ്കര ധൃതിയാണ്, എല്ലാം തയ്യാറാക്കണ്ട രാവിലത്തെ എല്ലാം. അപ്പം പിന്നെ പെട്ടെന്ന് ഓരോ കടുകിട്ട് പൊട്ടി പിള്ളേരാണെങ്കിൽ എഴുന്നേറ്റില്ല. പിള്ളേർ എഴുന്നേൽക്കുമ്പോഴത്തേനെല്ലാം റെഡിയാക്കി വെക്കണം. നല്ല മഴയാണ് ഇവിടെ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ പൂച്ചയാണെങ്കിൽ എൻ്റെ കൂടെ വന്നിരിപ്പുണ്ട്. വെളിയിലിറങ്ങാൻ പറ്റാതെ ഞാൻ സവോളയും പച്ചമുളകും ഓമയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവോളയും പച്ചമുളകും ആദ്യം ഇട്ട് വഴറ്റാൻ പോവാണ്. ഒരു പച്ചമണം മാറുമ്പോഴത്തേന് ഒരു പച്ചമണം മാറുമ്പോഴത്തേന് നമുക്ക് ഓമയ്ക്ക എല്ലാം ഇട്ട് വഴറ്റിയെടുക്കാം. ഓമയ്ക്കയുടെ ഒരു പച്ചപ്പുണ്ടല്ലോ, അത് മാറിക്കഴിയുമ്പോഴത്തേന് നമുക്ക് തേങ്ങ എടുത്തുകൊണ്ട് വന്ന് ഇടാം. ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നും കൂടെ വഴറ്റണം. എന്നിട്ട് തേങ്ങ ഇടാം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റി ഒരിച്ചിരി പച്ചമണം മാറി വഴറ്റിയിട്ട് നമുക്ക് തേങ്ങ എടുത്തുകൊണ്ട് വന്ന് തേങ്ങ ഇടാതെ. തേങ്ങയ്ക്ക് ഭയങ്കര വില കൂടുതലാണ്, അതുകൊണ്ട് കുറച്ചൊക്കെ ഇടുന്നുള്ളൂ. ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് ഇളക്കി ജീരകം ഇട്ട് പൊടിച്ച ജീരകം ഇല്ലാതെ ഞാനുള്ള ജീരകം തിരുമ്മിയിട്ട് കരിയാപ്പിലയും കൂടി ഇട്ട് പൊത്തി അടച്ച് വെക്കാം. അപ്പോഴത്തേനും ഞാൻ കിഴങ്ങ് അരിഞ്ഞ് എണ്ണേൻ്റെ ഇടയിൽ ചപ്പാത്തിക്ക് കിഴങ്ങ് കറി വെക്കാൻ വേണ്ടി കിഴങ്ങ് അരിഞ്ഞ് അടുപ്പത്തോട്ട് വെച്ച്. അപ്പോഴത്തേനും ഇനി അടുത്ത് മോര് എണ്ണ ഒഴിച്ച് അതൊരിടപ്പിലിരുന്ന് വേകുമ്പോഴത്തേന് കിഴങ്ങ് വേകുമ്പോഴത്തേനും നമുക്ക് മോര് റെഡിയാക്കാം. കടുക് ഇട്ട് ഉലുവയും ഇട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് ഉലുവയും കൂടി ഇട്ട് നമുക്ക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെക്കുന്നത് വറ്റൽമുളക് കരിവേപ്പില എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് വഴറ്റാം. ഒരു പച്ചമണം മാറണം. എല്ലാം കൂടി ഇട്ട് ഞാൻ വഴറ്റി ഇത് ഇച്ചിരി ആകുമ്പോഴത്തേന് മൂത്ത് കഴിയുമ്പോഴത്തേന് ചുമന്ന മുളക് ഇടാം. വറ്റൽമുളക് മൂത്ത് വരുമ്പോഴത്തേന് വറ്റൽമുളക് ഇടാതെ വറ്റൽമുളക് ഇട്ട് കരിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിന്ന് വേണം. മഞ്ഞൾപ്പൊടി മൂക്കുവാണ്. ഇച്ചിരി വെള്ളം ഞാൻ ഒഴിച്ച് പച്ചമണമൊന്ന് മാറി കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് റെഡിയാക്കി ഇട്ടിട്ട് നമുക്ക് ആ മോര് ഞാൻ തൈര് കട്ടയായിരുന്നു അടിച്ച് വെച്ച് ജീരകവും കൂടി ഇട്ട് പെട്ടെന്ന് അടിച്ച് വെച്ച് അതിലോട്ട് ഒഴിക്കാതെ ഒഴിച്ചെടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് റെഡി ആയിക്കോളും. ചെറിയൊരു ചൂടാക്കി താത്ത് വെക്കുക. അപ്പോഴത്തേന് ഞാൻ ചപ്പാത്തിയും കറിയും റെഡിയാക്കി. ഇപ്പം സോയാബീനൊന്നും ഉണ്ടാക്കുന്ന എടുത്തിട്ടില്ല. മുട്ടയും പൊരിച്ച് കുഞ്ഞിന് സോയാബീനും മുട്ടയും അവനതാ ഇഷ്ടം. പിന്നെ എനിക്കുള്ളതും റെഡിയാക്കിയിട്ടുണ്ട്. കാമെഴുക്കുവരട്ടി ഓമയ്ക്ക തോരൻ.